കളമശ്ശേരി ദേശീയപാതയിലെ പാലത്തിൽ വീണ്ടും വാഹനാപകടം. നിയന്ത്രണം വിട്ട 5 കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ഇന്ന് രാവിലെ ഉണ്ടായ കനത്ത മഴയിൽ പാലത്തിലുണ്ടായ വെള്ളക്കെട്ടാണ് അപകടത്തിലേക്ക് നയിച്ചത്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, വീണ്ടും വലിയൊരു അപകടത്തിലേക്ക് ദേശീയപാത എത്തുമ്പോൾ വലിയൊരു ഗതാഗത കുരുക്കിന് കൂടി അത് വഴിവെച്ചിരിക്കുകയാണോ? ഈ അപകടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകൾ ഉണ്ടായോ ആൾക്കാർക്ക്? അപർണ, ഭാഗ്യവശാൽ വലിയ പരിക്കുകളിലേക്ക് ഒന്നും കാര്യങ്ങൾ പോവില്ല എന്നതാണ്. പക്ഷെ കൂട്ടിയിടി ഉണ്ടായി. 5 കാറുകൾ തമ്മിലാണ് ഇവിടെ കൂട്ടിയിടി ഉണ്ടായത്. ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു അപാകതയായിട്ട് വരുന്നത്, ഇവിടെ ഒരു വെള്ളക്കെട്ട് എല്ലാ തവണയും രൂപപ്പെടാറ്. മഴ പെയ്യുമ്പോൾ രൂക്ഷമായ രീതിയിലുള്ളൊരു വെള്ളക്കെട്ട് ഇവിടെ രൂപപ്പെടുന്നു. കണ്ടെയ്നർ റോഡിന് സമീപമുള്ള മേൽപ്പാലത്തിലാണ് ഇത് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് ഒരു കാർ ഇവിടെ അമിതവേഗതയിൽ വരികയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ വെള്ളക്കെട്ടിൽപ്പെട്ട് ബ്രേക്ക് അമർത്തി അത് പ്രവർത്തിക്കാതെ വരുന്ന തല കീഴായി മറിയുകയും ചെയ്തിരുന്നു. ഇതിലും ആളപായമൊന്നും ഉണ്ടായില്ല. ഇപ്പോഴും സംഭവിച്ചത് ഈ കനത്ത മഴയിൽ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴ ഇന്ന് രാവിലെയാണ് ഒന്ന് ശമിച്ചത്. അപ്പോൾ കനത്ത മഴ മൂലം വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ഇതിൽ നിയന്ത്രണം വിട്ടുകൊണ്ടാണ് 5 കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായത്. ഇതിൽ 2 കാറുകൾ പരസ്പരം കുരുങ്ങുകയും ടയറിൽ അതൊരു ബമ്പർ കുരുങ്ങിയതിനാൽ നീക്കാൻ കഴിയാതെ വന്നു. തുടർന്ന് മണിക്കൂറുകളോളമാണ് ഈ കളമശ്ശേരി ആലുവ എറണാകുളം ഭാഗത്തേക്കുള്ള കനത്ത ഗതാഗത കുരുക്ക് രൂപപ്പെടുകയും ചെയ്തത്. പിന്നീട് പോലീസും മറ്റും ഇവിടെ എത്തിച്ചേർന്നാണ് ഇവിടെ വാഹനം നീക്കം ചെയ്യാനെല്ലാം തന്നെ സാധിച്ചതും. പിന്നീട് ഗതാഗതം ഇപ്പോൾ ഒരു പഴയ സ്ഥിതിയിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഭാഗത്ത് കൂടുതൽ ശ്രദ്ധ വേണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. അടുത്തിടെയായി ഇവിടെ അപകടങ്ങൾ പതിവാകുന്നുണ്ട്. പ്രത്യേകിച്ച് മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതാണ് ഈ അപകടങ്ങൾക്കെല്ലാം തന്നെ പ്രധാന കാരണമായിരിക്കുന്നത്. ഇന്ന് കാറുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഉണ്ടായതും ഇതുകൊണ്ട് തന്നെയാണ്. ഏതായാലും ഇപ്പോൾ ഗതാഗത കുരുക്കിന് താൽക്കാലിക ഒരു പരിഹാരമെല്ലാം തന്നെ ആയിട്ടുണ്ട്. റൈറ്റ്, ഡാനി പോൾ വിവരങ്ങൾ നൽകിയത്. 5 കാറുകളാണ് കളമശ്ശേരി ദേശീയപാതയിൽ പാലത്തിൽ കൂട്ടിയിടിച്ചത്. ആർക്കും പരിക്കില്ല. വലിയ ഗതാഗത കുരുക്കിലേക്കും പോയി ഇപ്പോൾ കാര്യങ്ങൾ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഡാനി റിപ്പോർട്ട് ചെയ്തു.